ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ, അതുപോലെ ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ, സ്പിരിറ്റ് കൈറ്റ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് സ്പിരിറ്റ് കൈറ്റ്സ് നിങ്ങളെ വഴികാട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് പൊസിഷനിലാണോ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് എന്ന് അത്രയും ഉറപ്പുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആകും. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ആൻഡ് ഓൾസോ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും റീസണേറ്റ് ആവും. ജനറൽലെസ് വീഡിയോ ആണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് നമ്പർ ആണ്, വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പൈൽ, ദ 7 ഓഫ് എർത്ത് ആണ്. ഓക്കെ, 7 ഓഫ് എർത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പെൻഡക്കിൾസ് ആൻഡ് ഓൾസോ വി ക്യാൻ സീ വൺ ഏഞ്ചൽ ഇസ് ഫ്ലൈയിങ്. ഓക്കെ, വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. And also this one is the second pile. Yes, the 8 of fire. 8 of fire card choose ചെയ്ത ആൾക്കാരുടെയാണ്. ഓക്കെ, 8 of fire. സോ ഈ 2 കാർഡ്സ് ആണ് പൈൽസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. 7 ഓഫ് എർത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പൈൽ ദി 7 ഓഫ് എർത്ത് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഞാൻ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 കാർഡ് റീഡിംഗ് ആണ്. ഓക്കെ, 7 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ, ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ വഴി കാട്ടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബി പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ് ആയിട്ടിരിക്കാം. പിന്നെ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് തീരാറായിട്ടുണ്ട്. ഇനി നാളെയും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ തുടക്കത്തിലേ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. സോ സോറി, ഇടയ്ക്കിടയ്ക്ക് തൊണ്ട കുറച്ച് ഇതായിട്ട് കാണിക്കുന്നുണ്ട്, ക്ഷമിക്കുക കേട്ടോ, സൗണ്ട് എങ്ങാനും ഇതായി പോവുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഐ വിൽ ഷോ യു ദിസ് കാർഡ്. ദ കൃഷ്ണ കാർഡാണ്, ദ ലോർഡ് കൃഷ്ണ. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്ട്രോങ് പവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന, ഓരോ മനുഷ്യർക്കും ജന്മനാ കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു പവർ ഉണ്ടാകും. അതായത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതുണ്ടാകും. സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ നാള് രോഹിണി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് രോഹിണി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളുടെ ആണെങ്കിൽ കൃഷ്ണൻ, ഐ മീൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേരിൽ അനന്തൻ, കൃഷ്ണൻ, അല്ലെങ്കിൽ സംതിങ് അങ്ങനെ ഒരംശം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം, സാന്നിധ്യം. അതല്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ കൃഷ്ണഭക്ത ആ ഒരു ലെവലായിരിക്കണം. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഗുരുവായൂർ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീടിനടുത്തുള്ള കൃഷ്ണ ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ അവിടെ പോവുക, പ്രാർത്ഥിക്കുക, തുളസിമാല കെട്ടിക്കൊടുക്കുക, ഐ മീൻ വെണ്ണ നിവേദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ട് വളരെയധികം പൂജിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. അത് കൂടുതലും നമുക്ക് ലോർഡ് കൃഷ്ണയെയാണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് കൃഷ്ണ റിലേറ്റഡ് ആയിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കൈകളിൽ മയിൽപീലിയൊക്കെ കിട്ടുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ, നോട്ട് പ്ലാൻഡ് ആയിട്ടല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ പ്രസാദം, അല്ലെങ്കിൽ മയിൽപീലി, അല്ലെങ്കിൽ കൃഷ്ണ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ കൃഷ്ണ റിലേറ്റഡ് ആയിട്ടുള്ള പേരോ, അല്ലെങ്കിൽ അതേപോലത്തെ ഐ മീൻ എന്തെങ്കിലും സ്വഭാവമോ നാളോ അങ്ങനെ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്തായാലും എനിവേ അതൊരു ഗുഡ് സൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇത് നിങ്ങൾ ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജന്മന ഉള്ള ഒരു പവർ എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ആരെയും ഉപാധികളില്ലാതെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഉപാധികളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടീഷനും വെക്കാതെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചീറ്റിങ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സത്യസന്ധത ഉള്ള മനസ്സുള്ള ആളുകൾക്ക് ഒരുപാട് വേദനകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെറുതിലെ തൊട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ, പാരൻസിനെ ആയിക്കോട്ടെ, റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ, മറ്റുള്ളവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് ലഭിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുക. അതായത് അവരെ നോക്കി ചിരിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ, അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നുള്ളൊരു രീതിയല്ല. നിങ്ങൾ ആരെ കണ്ടാലും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറും, സ്നേഹത്തോടെ ചിരിച്ച് വളരെ ജോളി ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജി ആയിരിക്കും മറ്റുള്ളവർക്ക്. നിങ്ങളുടെ ലൈഫിലെ കുറച്ച് ഒരു വിഷമമേറിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായിട്ടും, മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെയധികം അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്, നിങ്ങൾക്കത് ജന്മനാ കിട്ടിയിരിക്കുന്ന ഒരു പവറാണ്, അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അതൊരു ഗിഫ്റ്റാണ്. ഓക്കെ, അത് യൂണിവേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാലോ, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് വളരെയധികം അട്രാക്റ്റീവ് ആണ് ആള്, അല്ലേ? ഭയങ്കര അധികം ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് അല്ലേ, ഒരുപാട് ഭക്തര് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് രാധികമാരും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ആരാധന തോന്നുന്ന, കുസൃതിയും അതുപോലെ തന്നെ അതേപോലെ തന്നെ ദൈവത്തിൻ്റെതായ മഹത്വം കൊണ്ട് നടക്കുന്ന ഒരു ഗോഡാണ്. സോ അതുകൊണ്ട് നിങ്ങളും ആ ഒരു രീതിയിൽ തന്നെ, അതായത് നിങ്ങൾ പാരൻസിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. ചിലപ്പോൾ പാരൻസ് മേ ബി നിങ്ങളോട് അത്രയും സ്നേഹം കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കാനും അവരെ പരിചരിക്കാനും, നിങ്ങൾക്ക് മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കാനും ഒക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനും സ്നേഹത്തോടെ സംസാരിക്കാനും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ കൂടി ആ പേഴ്സൺ എത്ര തവണ നിങ്ങളെ ചീത്ത വിളിച്ചിട്ട് പോയാലും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയാലും, ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയാലും, ആ വ്യക്തി പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ചാൻസ് കൊടുക്കും. അല്ലെങ്കിൽ ഓക്കെ, നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ പോകും. പെട്ടെന്ന് മനസ്സരിവുള്ള അതുകൊണ്ട് ആൾക്കാരായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ആളുകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വേറെ ആൾക്കാർ നിങ്ങൾക്കിട്ട് പണിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള കുറച്ചധികം രീതിയിൽ ട്വിൻ ഫ്ലെയിം എനർജി നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം എനർജി ബിക്കോസ് അതുപോലെ തന്നെ നിങ്ങൾ പെറ്റ് ലവർ ആയിരിക്കാം, മൃഗങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു പ്രണയ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വി ഗോട്ട് ദ റിസീവ് എനർജി, ദ റിവേഴ്സ് എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങൾ വളരെ ഹീലിംഗിൽ നിൽക്കുന്നതാണെങ്കിൽ കൂടി നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് ആയിട്ടില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും ടൈപ്പ് ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകൾ, അതായത് സ്വഭാവങ്ങൾ, അതായത് ഈഗോ, അല്ലെങ്കിൽ സെറ്റിംഗ് ബൗണ്ടറീസ്, അതായത് ഈ പേഴ്സൺ നിങ്ങളെ ഒരു കൈയകലത്തിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളോട് പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു തരത്തിലും മേ ബി ഈ പേഴ്സൺ നിങ്ങൾക്ക് മേ ബി മനസ്സിലായിട്ടുണ്ടാകാം ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടെ കർമ്മത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സണെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് നെഗറ്റീവ് വൈബ്രേഷൻസ് തന്നെയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഈ പേഴ്സണായിട്ട് വിധിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്പിരിച്വൽ യൂണിയൻ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ നേരിട്ട് കണ്ടു, ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് പരിചയപ്പെട്ടിട്ട് ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം.
ഓക്കെ, എല്ലാവരുടെയും കാര്യമല്ല, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ നിങ്ങൾക്കത് നേരിട്ട് വന്ന് ഒന്ന് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വളരെയധികം ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ദാറ്റ് വി കോട്ട് ദ റിവേഴ്സ് എനർജി ഹിയർ. ഓക്കെ, അപ്പൊ അത് നിങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ബാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനോട് ഒരുപാട് നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടാകാം, നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നുണ്ടാകാം. ബട്ട് എന്തുകൊണ്ടോ ഈ പേഴ്സണ് കുറച്ചും കൂടെ സമയം വേണ്ടിയതായിട്ടുണ്ട്. ബിക്കോസ് ഈ പേഴ്സൺ ഒന്ന് ചെവി കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ അതൊന്നും കംപ്ലീറ്റ് ഫൂളിഷ്നെസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം മണ്ടത്തരമാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരേ ജേണിയിൽ വരാനായിട്ട് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷമായിട്ട്, അതായത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസ് നടന്നാൽ പോലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതിനുള്ള കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കർമ്മ റിലീസിങ്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാകണം. പക്ഷേ എന്നാലും നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അതെന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് എനർജിയെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ കർമ്മം സംബന്ധമായിട്ടുള്ള, അതായത് മോശപ്പെട്ട കാലചക്രം അല്ലെങ്കിൽ മോശപ്പെട്ട കാലഘട്ടം കുറെയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ കഷ്ടകാലം എന്ന് പറയില്ല, അത് എല്ലാം കൂടി ഒരുമിച്ച് വരിക എന്ന് പറയില്ല, ആകെ നമ്മളെ തളർത്തി കളയുന്ന ഒരു ലെവലിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം ഒരു 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 94% ഒരു 94% ഓഫ് ആൾക്കാരും അതിൽ നിന്നും കരകയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തോറ്റിരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ജയിക്കണം, നിങ്ങൾക്ക് സക്സസ് നേടണം, നിങ്ങൾക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആകണം. പണ്ട് നിങ്ങൾ കരഞ്ഞിരുന്നിട്ടുണ്ടാകാം, വിഷമിച്ചിരുന്നിട്ടുണ്ടാകാം, തളർന്നിരുന്നിട്ടുണ്ടാകാം, മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിങ്ങൾ വിഷമിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കൊരു സ്പിരിച്വൽ പവർ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി നിങ്ങൾ ശരിക്കും സ്ട്രെങ്ത്തിലേക്ക് വന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ അതിന് പലതരത്തിലുള്ള ടെക്നിക്സുകളും ചെയ്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ദിസ് കാർഡ് ഇസ് സേയിങ് ഓൾ അബൌട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയിൽ എന്തെങ്കിലും ടൈപ്പ് നിങ്ങൾ പോസിറ്റീവ് എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കത്തിക്കുകയോ സംതിങ് എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് നിങ്ങളുടെ ഓറ പവറിനെയും നിങ്ങൾ ആ കിടന്നുറങ്ങുന്ന ആ ഒരു മുറി, കാരണം ഒരു വ്യക്തി കിടന്നുറങ്ങുന്ന മുറിയിലായിരിക്കും ആ വ്യക്തിയുടെ എനർജി കൂടുതലുമായിട്ടും ഉണ്ടാവുന്നത്. ഓക്കെ, ഏത് മുറിയിലാണ് കിടന്നുറങ്ങുന്നത് ആ മുറിയിലായിരിക്കും കൂടുതലും നമ്മളുടെ ഊർജം തങ്ങി നിൽക്കുന്നത്. സോ ആ ഒരു കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങൾ തലോണയ്ക്കടിയിലോ സംതിങ് എന്തൊക്കെയോ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുന്നതായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മോശപ്പെട്ട സമയത്തിൽ നിന്നും അല്ലെങ്കിൽ മോശപ്പെട്ട കാലത്തിൽ നിന്നും നല്ല കാലത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു വെളിച്ചമായിട്ടും വളരെ പോസിറ്റീവ് എനർജി ആയിട്ടുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല മോശപ്പെട്ട കാര്യങ്ങളും, അതായത് വൈകി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് വെറുതെ തമ്മിത്തല്ലുക, മറ്റുള്ളവരോട് പരദൂഷണം പറയുക, അല്ലെങ്കിൽ കുറ്റം പറയുക, ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് കൂടുക, സോ അവരുടെ ക്വാളിറ്റി ഇല്ലാത്ത സ്വഭാവം പഠിച്ചിട്ട് അവരെ പോലെ ബിഹേവ് ചെയ്യുക. സോ എന്തൊക്കെയോ മോശക്കേടുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അത് മുഴുവനായിട്ട് നിങ്ങളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചീത്തക്കാലം മാറി നല്ല കാലത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ സൂചനയുമായിട്ട് നിങ്ങൾക്ക് കരുതാം. ഓക്കെ, നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണ രീതികളൊക്കെ മാറ്റുന്നു, നിങ്ങൾ എക്സസൈസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു, നല്ല ആളുകളായിട്ട് ഇടപഴകുന്നു, ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ അത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡാം ഷുവർ നിങ്ങൾ ആ ഒരു കർമ്മ റിലീസിങ്ങിലൂടെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫോക്കസ്ഡ് ഓഫ് ദ ഇൻറ്റൻഷൻ ആണ് കാണിക്കുന്നത്. അതായത്
പണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ളൊരു മനസ്സില്ലായിരുന്നു. അത് നിങ്ങളുടെ പേഴ്സണും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. വളരെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനസ്സ്, അതിലൊരു ഫോക്കസ് ഇല്ല, ഒന്നിനെ കുറിച്ചിട്ടും ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ഒരു ഐഡിയ ഇല്ല. ആകെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുള്ളത്, കുറേ സംശയങ്ങളും അതുപോലെ കുറേ ഭയം, പേടിയുണ്ട്. ഒരു കാര്യത്തിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിക്കാം, അത്തരത്തിലുള്ളൊരു ലൈഫായിരുന്നു. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്തിട്ട് മേ ബി നിങ്ങൾ ചെയ്യുന്ന ജോലി ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ജോലിയായിരിക്കാം. ഐ മീൻ സംതിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സംതിങ് ഏത് ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു അമിതമായിട്ടുള്ള സ്ട്രെസ് ഓർ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാരണം നിങ്ങളുടെ എനർജി എവിടേക്കോ ലോസ് ആയിപ്പോയി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണായിട്ട് ആ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് വരാനും അതുപോലെ ഈ പേഴ്സണായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി, ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഡൗട്ട്, സംശയമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ പ്രവൃത്തികളെയും കൂടി ബാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പരിധിവരെ റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരിടക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഫുൾ ടൈം ഫൈറ്റ് ആയിരിക്കും. അതായത് സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് അവസാനം എത്തി നിൽക്കുന്നത് തല്ലുപിടുത്തത്തിലായിരിക്കും, ഫൈറ്റിങ്ങിലായിരിക്കും. എന്തിനാ തല്ലുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഓർമ്മ വരത്തില്ല. ബട്ട് അവിടെ ഒരു ഫൈറ്റ് നടന്നു, നിങ്ങൾ വീണ്ടും സെപ്പറേഷൻ ആയി. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി, ബട്ട് അതൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് അത്തരത്തിലുള്ള എനർജീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിങ്ങൾ സ്പിരിച്വലി ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ആ സമയം കൂട്ടിക്കൊടുക്കുക. ഓക്കെ, ഡീപ്പ് മെഡിറ്റേഷൻസിലേക്ക് പോകാനാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യു. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾക്ക് ഈ ഒരു കർമ്മ റിലീസിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിശബ്ദമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഓഡിൻ ആൻഡ് ഇറ്റ് സേസ് ഇറ്റ് ഈസ് വെരി പവർഫുൾ ഒരു കാർഡാണ്. കാരണം നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നതായിട്ടും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും, ഓക്കെ, അത് ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളോട് സോറി പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്നതാകാം നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് തമ്മി തല്ലി വഴക്കിട്ട് തേർഡ് പാർട്ടി ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതായിരിക്കാം നിങ്ങൾ സ്വപ്നം കണ്ടത്. ഓക്കെ, സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരികയോ, ഐ മീൻ അത്തരത്തിലുള്ള ചിന്തകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ തോൽപ്പിക്കാനുള്ള പവർ നിങ്ങൾക്കായി എന്നുള്ളതാണ് ഇവിടം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പലതരത്തിലുള്ള സൈൻസ് ആൻഡ് സിമ്പിൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് യൂണിവേഴ്സ് കാണിച്ചു തരുമെന്നാണ് കാണിക്കുന്നത്. അത് ഈ ഒരു കറണ്ട് എനർജിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഐ മീൻ ഭയങ്കരമായിട്ടുള്ള ഒരിത്, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ മറ്റാരെങ്കിലും ഇടിച്ചു തോൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ വാക്ക് തർക്കത്തിൽ നിങ്ങൾ വിജയിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ശക്തിയേറിയ ആനിമൽ, ഐ മീൻ ഫോർ എക്സാമ്പിൾ പുലിനെ നിങ്ങൾ ഇടിച്ച് വീഴ്ത്തുന്നതോ, മീൻസ് സ്വപ്നമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെറുതെ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തേർഡ് പാർട്ടി നിങ്ങളെ ഒരു പരിധിവരെ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് ഭയങ്കര ഒരു പവർഫുൾ കാർഡാണ്. ദിസ് ഒഡിൻ കാർഡ് സച്ച് എ പവർഫുൾ കാർഡാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പവർ ആണെന്നാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ ഗൈഡ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് സ്പിരിച്വൽ പവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഏതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ പോലും അതൊരു അനുഗ്രഹമായി മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് വി ഗോട്ട് ദ ഗ്രീൻ താര സുപ്രീം പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ഏത് സിറ്റുവേഷനിൽ പോയാലും അവിടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഏത് പ്രതിസന്ധികൾ വന്നാലും യു വിൽ ബി ഓൾ റൈറ്റ്, യു വിൽ ബി സേഫ് എന്നാണ് പറയുന്നത്.
യെസ്, മനസ്സിൽ നന്മയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മോശം ഒരിക്കലും സംഭവിക്കുകയില്ല. അതായത് മനഃപൂർവ്വം നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്ന ആൾക്കാരല്ല. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾ വെറുതെ വിടുകയുമില്ല. അത് ന്യായമായ കാര്യമാണ്. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതൊന്നും വേണ്ട, ഒരു പിടി ചോറായാലും അത് പാവപ്പെട്ടവന് കൊടുക്കുക. ഒരു പിടി ചോറ് മതി. ഒരില ചോറായാലും മതി. അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളൊരു ഒരു യോദ്ധാവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വിത്ത് എ ഹൈ ഇന്റൻഷൻ ആൻഡ് ഫോക്കസ് കോൺസെൻട്രേഷൻ ഉള്ള ആൾക്കാരാണ്. പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ പലതരത്തിലുള്ള സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലഭിച്ചവരുണ്ട്. ഏഞ്ചൽസിന്റെ അനുഗ്രഹമുണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ വഴികാട്ടുന്നുണ്ട് പല രീതിയിലും. അത് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലെ സ്ക്രീനിലും കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ദിസ് 8 ഓഫ് ഫയർ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പൈൽ, ദ 8 ഓഫ് ഫയർ ആണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ, അതുപോലെ തന്നെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ വഴികാട്ടുമോ, ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടോ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബൈ ബർത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ എന്തെന്ന് വെച്ചാൽ, പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടലി ഒരു അവേക്കനിങ് പ്രസൻസ് ആണ്. അതായത് എന്ത് കാര്യവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ടാകും. നിങ്ങളത് എന്ത് കാര്യം ചിന്തിച്ചാലും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം വരുമെന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളിൽ നിന്നും വന്നില്ലെങ്കിലും വേറെ വ്യക്തി വഴി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഫയർ സൈൻ ആയതുകൊണ്ട് തന്നെ മേ ബി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പ്രണയിക്കാനും അറ്റ് ദ സെയിം ടൈം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രണയങ്ങൾ, കുറേ പൊട്ടിപ്പോയിട്ടുണ്ട്, കുറെ അങ്ങോട്ട് തേപ്പ് കൊടുത്തു, കുറെ ഇങ്ങോട്ട് തേപ്പ് കിട്ടി. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ബട്ട് എന്തൊക്കെയായാലും നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്കൊരു ലവ് ഉണ്ടാകും, നിങ്ങൾക്കൊരു പ്രണയം വരും എന്നുള്ളത് കാണിക്കുന്നു. പക്ഷെ നിങ്ങളെ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആകും. അത് മേ ബി നിങ്ങൾ ഏരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിയോ ആയിരിക്കാം. ഒരു പവർ ഉണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാലും നിങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ പ്രണയബന്ധത്തിലായിക്കോട്ടെ, നിങ്ങൾ വളരെയധികം 100% നീതി പുലർത്തുന്ന ആൾക്കാരായിരിക്കും. ഒരു ഡിവൈൻ കണക്ഷൻ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു വീഡിയോ കാണുന്നത്, ഈ ഒരു റീഡിങ് കാണുന്നത്, ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു ഡിവൈൻ കണക്ഷൻ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ആ പേഴ്സണും ഫീൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങളും ആ പേഴ്സണും തമ്മിൽ കുറേ കാര്യങ്ങളിൽ സെയിം ആയിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങൾ രണ്ടുപേരും ഫയർ സൈൻ ആയിരിക്കാം, നിങ്ങൾ ഒരേ പ്രായക്കാരായിരിക്കാം. യെസ്, ബട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ നിൽക്കത്തില്ല. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ നിൽക്കത്തില്ല. അത് ഒരു വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യും ആ പേഴ്സണെ. ബിക്കോസ് നിങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ അകറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങളിൽ വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള വ്യക്തിയാണ്,
അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. ഐ മീൻ നിങ്ങൾക്ക് ഡ്രാമ കളിക്കാനോ അല്ലെങ്കിൽ കള്ളങ്ങൾ പറയാനോ കുറേ ഐ മീൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി ഏഞ്ചൽസിന്റെ പ്രാർത്ഥനകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അഫർമേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. നമുക്ക് ആർക്കേഞ്ചൽ മിഖായേലാണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഗുഡ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്, സുപ്രീം പ്രൊട്ടക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ്, അതിപ്പോഴത്തെ സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ, ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്തുമാണെങ്കിൽ കൂടി അതിലേക്കൊരു മിറാക്കിൾ വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ആണ്. അത് നമുക്കൊരു എലമെന്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പയലിൽ നമ്മൾക്ക് പക്കാ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പക്ഷെ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല, പക്ഷെ ഒരു എലമെന്റ് ആയിട്ട് കാണുന്നുണ്ട്. അത് മേ ബി അത് റിലീജിയൻ ഇഷ്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എന്തുകൊണ്ടോ നിങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥനയിലേക്ക് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതും. ഓക്കെ, നിങ്ങൾ ആ ഒരു പരാതികൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവാത്തതിനുള്ള ദേഷ്യം അല്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേഷൻ അതൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ പലവരോടും പരാതികൾ പറഞ്ഞിരുന്നു, വിഷമങ്ങൾ പറഞ്ഞിരുന്നു, കരഞ്ഞിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങളൊരു ഹെർമിറ്റ് മോഡിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഒറ്റയ്ക്കുള്ളൊരു ജീവിതം. ഓക്കെ, ഇനിയിപ്പോൾ സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജീസസിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾ ജീസസ് ലവർ ആണോ, ജീസസിനെ ഫുൾ ടൈം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ, ബൈബിള് വായിക്കുന്ന ആൾക്കാരാണോ എന്താണെന്ന് അറിയില്ല. അത് നമുക്ക് ജാതി മതമൊന്നുമില്ല, എല്ലാ ദൈവങ്ങളും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. സോ ജീസസിന്റെ എനർജി നമ്മൾക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ജീസസിന്റെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണോടും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഐ മീൻ ഇപ്പോൾ ഒരു റിലീജിയൻ പരമായിട്ടുള്ള രീതിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാരായിരിക്കും അല്ലേ തേർഡ് പാർട്ടി. സോ ആ തേർഡ് പാർട്ടീനോട് നിങ്ങൾക്ക് ക്ഷമിക്കാനും, ഓക്കെ ഞാൻ ഫോർഗീവ് ചെയ്യുന്നു, ഞാൻ ക്ഷമിക്കുന്നു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കുക, അല്ലെങ്കിൽ ദൈവം നോക്കട്ടെ, ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു, ആ ഒരു ലെവലിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ആൻഡ് ഹീലിംഗ് പവർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ സോള് കുറച്ചും കൂടി പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ ഓവർകം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അതിന് തരണം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണോ എന്നറിയില്ല, നന്നായിട്ട് പാട്ട് പാടോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ കഴിവ് അത് നിങ്ങൾ പ്രകടിപ്പിച്ച് മേ ബി നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം. അതായത് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, ഡ്രോയിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നല്ല കോമഡി പടം വെച്ചിരുന്ന് കാണാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഹാപ്പി ആകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഹാപ്പിയസ്റ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെർമിറ്റ് മോഡിലേക്ക്, ഓക്കെ ഞാൻ ഇനി ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് ദൈവം കൂടെയുണ്ട്, ഞാൻ ഇനി ആരോട് പരാതി പറയുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ തേർഡ് പാർട്ടിയെ ഒരു പരിധിവരെ നിങ്ങൾക്ക് എന്താണ് ഫൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ശക്തി, ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു പവർ നിങ്ങൾക്ക് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ചില സമയത്ത് ഏഞ്ചൽസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സത്യസന്ധമായ കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. അതായത് ഈ പേഴ്സൺ നിങ്ങളെ അംഗീകരിച്ചതാണ്, പക്ഷെ അവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിന്നത് മറ്റു പല കാര്യങ്ങളാണ്. അത് മേ ബി ഒരു വെൽത്തി ആയിട്ടുള്ള സാമ്പത്തികം അല്ലെങ്കിൽ റിലീജിയൻ പരമായിട്ടുള്ള, അല്ലാണ്ട് ഇവിടെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഈ പേഴ്സൺ നിങ്ങളെ അംഗീകരിച്ചതാണ്, ബട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ഇടക്ക് ചില സമയത്ത് വരുന്നുണ്ട്. ഈ പേഴ്സൺ ഇനി നിങ്ങളെ മറന്നു പോയോ, അല്ലെങ്കിൽ ഇനി അംഗീകരിക്കില്ലേ, അല്ലെങ്കിൽ അകന്നു പോയോ, അത്തരത്തിലുള്ള ടെൻഷനുകളും ഡൗട്ടുകളും കുറച്ച് ആളുകൾക്ക് ഇവിടെ വരുന്നുണ്ട്.
സോ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സ് സത്യസന്ധമാണ്, നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം സത്യമാണ് എങ്കിൽ തീർച്ചയായും ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഡൗട്ട് വെക്കരുത്. ചില സമയത്ത് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റിംഗ് എനർജി വരുന്നുണ്ട്. അതായത് മേ ബി ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ മേ ബി പൗർണമി, അമാവാസി ആ ഒരു സമയങ്ങളിലൊക്കെ ആയിരിക്കണം. ആ ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കര എനർജി വരുമ്പോൾ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരായിട്ട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് വഴക്കിടാനോ ഒക്കെയുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് പലപ്പോഴും അനുഭവവും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ സ്വയം വേദനിപ്പിക്കുന്ന മോശപ്പെട്ട സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, കൈയൊക്കെ ഇങ്ങനെ മതലുമ്മയൊക്കെ ഇട്ടൊക്കെ അടിക്കുക, ഐ മീൻ ഇടിക്കുക, സ്വയം വേദനിപ്പിക്കുന്ന മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പ്യൂരിറ്റിയിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ തടസ്സപ്പെടുത്തും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഈഗോ മാറ്റി വെക്കണം. ചില സമയത്ത് നിങ്ങളത് ഈഗോ റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, ഈഗോ റിലീസ് ആകുന്നുണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളൊരു സ്പിരിച്വൽ പ്രാക്ടീസിലേക്കും മന്ത്രങ്ങളൊക്കെ തന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും ഫിസിക്കൽ പരമായിട്ട് നമുക്കിവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ പരമായിട്ടുള്ള സ്ട്രെങ്ത്തും നിങ്ങൾ ഇൻക്രീസ് ചെയ്ത്, അതായത് വർദ്ധിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്നാണ് നമുക്ക് ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ സോൾ എക്സ്പാൻഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വിശാലമാക്കി വെക്കൂ. അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും മാറ്റി വെക്കുക. നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങൾ ജീസസിന്റെ നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്, അതിൽ നിങ്ങൾ സംശയിക്കേണ്ട. ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ് വഴി കാട്ടണമെങ്കിൽ നിങ്ങളുടെ ചില സമയത്തുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ കുറച്ച് സമയം പിടിക്കും. ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. ബിക്കോസ് അത് റിലീജിയൻ പരമായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ സമയം പിടിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് ചില സമയത്ത് നിങ്ങൾ പതറിപ്പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് പ്രാക്ടീസ് ചെയ്ത്, ഡാൻസ് ചെയ്യാൻ അറിയുമെങ്കിൽ അത് ചെയ്യുക, പാട്ട് പാടാൻ അറിയുമെങ്കിൽ അത് ചെയ്യുക. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അഫർമേഷൻസ്, പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ബിക്കോസ് നിങ്ങളുടെ ഓറയിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് റിസൾട്ട് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.